ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 59. ഈ ഒരു കഴിഞ്ഞ 3 മാസം, അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ ഏത് മോഡലാണ് ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ആയിട്ട് വിറ്റതെന്ന് അറിയാമോ? ഐഫോൺ 16 ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളത്. അതിനുശേഷം ഐഫോൺ 16 പ്രോ മാക്സ് ആണ്. പ്രോ പോലുള്ള പ്രോ മാക്സ് ഏറ്റവും ടോപ്പ് മോഡലാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചത്. അതിനുശേഷം ഐഫോൺ 16 പ്രോ, പിന്നീട് ഐഫോൺ 15 ആണ്. ടോപ്പിൽ തന്നെ ഐഫോൺ മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ, സാംസങ്ങിൻ്റെ പൊടി പോലുള്ള. അതിനുശേഷമാണ് സാംസങ്ങിൻ്റെ A16 5G എന്ന ഫോൺ വരുന്നത്. ആരാടെ ഇത്രയും A16 ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്, ആ ഒരു ഊള ഫോണൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ സാംസങ്ങിൻ്റെ A06 എന്ന് പറയുന്നൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണാണ് അതിനുശേഷം വരുന്നത്. അതിനുശേഷമാണ് സാംസങ്ങിൻ്റെ S25 അൾട്ര ഒക്കെ വരുന്നത്. S25 പോലും ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ കാണുന്നേ ഇല്ല. അപ്പം ഐഫോൺ 16 ആണ് ഒട്ടുമിക്ക ആളുടെ കയ്യിലും നമ്മളിപ്പോൾ കാണുന്നതും. അല്ലെങ്കിൽ 16 സീരീസിലെ എല്ലാ ഫോണും 3 ഫോൺസാണ് ടോപ്പ് 3യിൽ നിൽക്കുന്നത്. എന്തായാലും ഐഫോണൊക്കെ ആൾക്കാർ വാങ്ങിച്ച് ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അതിന് റേറ്റ് ഇല്ലാത്തൊരവസ്ഥയായി. അത്രക്കും എല്ലാവരുടെയും ആൾക്കാർ ഫോൺ വാങ്ങിച്ച് കൂട്ടുന്നത്. പിന്നീട് iOS 18 ആണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇനി പുതുതായിട്ട് iOS 19 അല്ല വരുന്നത്, iOS 26 ആണ് വരുന്നത്. അതായത് ഇപ്പോൾ 26 ആണെങ്കിൽ അടുത്ത വർഷം 27, ഓരോ ഇയർ പോലുള്ള പേരായിരിക്കും ഇനി iOSന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്നാണ് ഇപ്പം കിട്ടുന്ന ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ പറയുന്നത്. അവരുടെ iOS അവർ ഇഷ്ടപ്പെട്ട പേര് എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാകുന്ന, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. മാറ്റങ്ങളൊക്കെ വന്നാൽ AI ഫീച്ചേഴ്സും ഇത്തോടെയായ സാംസങ്ങിൻ്റെ അടുത്തുള്ള AI ഫീച്ചേഴ്സ് എങ്കിലും ആപ്പിളിന് എത്തിക്കാൻ വേണ്ടി പറ്റുമോ? വെറുതെ തള്ളു മാത്രമുണ്ട്, എന്നിട്ട് ഒന്നുമില്ല ഇവിടെ. പിന്നീട് നത്തിങ് ഫോണിൽ ലൈറ്റ് കത്തും എന്ന് പറഞ്ഞിട്ട് ഇനി വരുന്ന നത്തിങ് ഫോൺ 3യിൽ ലൈറ്റ് കത്തത്തില്ല. ആ ഒരു സംഭവം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പുതിയ നത്തിങ് ഫോൺ 3യിൽ ലൈറ്റ് കത്തത്തില്ല. ഇനി വരാൻ വേണ്ടി പോകുന്ന നത്തിങ് ഫോൺ 3 ആണ്, ജൂലൈയിലാണ് വരുന്നത്. അതിന് ശേഷമുള്ള ബാക്കി മോഡലുകളിലും ലൈറ്റ് കത്തോ ഇല്ലോ എന്നുള്ളത് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ കളഞ്ഞതിന് എല്ലാത്തിലും ലൈറ്റ് ഉണ്ടാവില്ല. ആ ഒരു ഷോ ഓഫ് പരിപാടി നത്തിങ് ഒഴിവാക്കുകയാണ്. അതിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനി ഡേ ബൈ ഡേ നമുക്ക് അങ്ങനെയല്ല അറിയാൻ വേണ്ടി പറ്റും. ഇതുവരെ അത് റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും പുതിയ എന്തോ ഒരു സംഭവം നത്തിങ് പ്ലാൻ ചെയ്ത് നത്തിങ് ഫോൺ 3 ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ എന്തോ ഒന്ന് വരാനുണ്ടത്രേ. പിന്നെ അൽക്കാട്ടിൽ എന്ന ബ്രാൻഡിൻ്റെ 3 ഫോൺസാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. അതായത് V3 സീരീസ് എന്ന് പറയുന്ന V3 ക്ലാസിക്, പുതിയൊരു ടൈപ്പ് പേരാണ്. നമ്മളധികം സ്മാർട്ട് ഫോൺസിൽ കേൾക്കാത്ത ഒരു പേരാണ് ക്ലാസിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലാസിക് ഉണ്ട്, പിന്നീട് പ്രോ ഉണ്ട്, അൾട്ര ഉണ്ട്. ഈ V3 പ്രോ, V3 അൾട്ര, ഇതിൽ 3ലും വരുന്നത് ഡിമെൻസിറ്റിയുടെ 6300 എന്ന ചിപ്സെറ്റാണ് ഈ 3 ഫോൺ വരുന്നത്. സ്റ്റാർട്ടിംഗ് ഫോണിൻ്റെ പ്രൈസ് 13,000 ആണ്. മറ്റേ പ്രോ ആണെങ്കിൽ 18,000ഉം അൾട്ര ആണെങ്കിൽ 20,000 ആണ് വരുന്നത്. ഈ 3 ഫോണിലും NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു 12,000 രൂപയുടെ 12 ആ റേഞ്ചിൽ ഫോണിൽ തന്നെ NFC കിട്ടുന്നുണ്ട്. അങ്ങനെ വേറെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ അൾട്രയിലൊക്കെ ആണെങ്കിൽ 108 MB ക്യാമറ, 32 MB സെൽഫി ക്യാമറ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ക്യാമറ എങ്ങനെയുണ്ട്, ഫോൺ എങ്ങനെയുണ്ട് ഒന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അറിയുള്ളത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പം ഇപ്പോൾ ഒന്നും ആരും പോയിട്ടൊന്ന് വാങ്ങാതിരിക്കാട്ടെ. ഈ ഫോൺസൊക്കെ തന്നെ കുറച്ച് കഴിഞ്ഞ് റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. സർവീസ് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. 3 ഫോൺസ് ഇറങ്ങിയിട്ട് 3 ഫോണും സെയിം ചിപ്സെറ്റും ഡിസൈനൊക്കെ ഈ കാണുന്ന രീതിയിലാണ്. കുഴപ്പമൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്, നൈസായിട്ടുണ്ട്. അപ്പം പുതിയ ബ്രാൻഡ്, പുതിയ 3 ഫോൺസാണ് പുതുതായിട്ട് അൽക്കാട്ടൽ എന്ന ബ്രാൻഡ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വേൾഡിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള OTT പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉള്ളത്. ആ ഒരു IPL ഒക്കെ നടക്കുന്ന സമയത്തായിരുന്നു അവർ 3rd ഉണ്ടായത്. ഇപ്പം സെക്കൻഡിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. അറൗണ്ട് ഒരു 300 മില്യൺ യൂസേഴ്സാണ് അവർക്കുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ 280 മില്യൺ യൂസേഴ്സ് അവർക്കും ഉണ്ട്. ഏകദേശം നമ്പർ 1 എത്താനായിട്ടുണ്ട് കേട്ടോ ജിയോ ഹോട്ട്സ്റ്റാർ. എനിക്ക് തോന്നുന്നു ഇവർ ഒരുപാട് വില കുറച്ചിട്ടാണ് ഒട്ടുമിക്ക പ്ലാൻസും ഇറക്കുന്നത്. ഇപ്പം ഒരു സിം റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിനൊന്നിച്ച് തന്നെ നമുക്കൊരു 50 രൂപ അധികം കൊടുത്താൽ തന്നെ നമുക്ക് അവരുടെ സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ വാങ്ങുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ടായിരിക്കും മെയിനായിട്ട് ഇങ്ങനെ ഒരു കയറ്റം കിട്ടുന്നത്. സോ ഹോട്ട്സ്റ്റാർ ആണ്
ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്. പിന്നെ വിവോയുടെ T4 Ultra ഒരു 35,000 രൂപയുടെ ഫോണാണ്. ആ ഒരു ഫോൺ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ കമ്മിങ് സൂൺ പേജൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിമെൻസിറ്റിയുടെ 9300+ ആയിരിക്കും. അതുപോലെ തന്നെ 100x ഒക്കെ ഇതിൽ സൂമിംഗ് ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിഡ് റേഞ്ചിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ഫോൺസ് ആ 35,000 രൂപക്ക് ബെസ്റ്റ് ഗെയിമിങ്ങും എന്താ പറയുക എല്ലാ റേഞ്ച് ഫോൺസും ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പം വിവോയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയൊരു ഫോൺ കൂടെ ഒരു 35,000-30,000 രൂപ പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട് കേട്ടോ. അടുത്ത മാസം ഫസ്റ്റ് വീക്ക് തന്നെ ആയിരിക്കും എന്തായാലും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ റിയൽമിയും ഒരു പുതിയൊരു ഫോണാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കാണാനും സ്പെക്കും ഒക്കെ തന്നെ ഓൾറെഡി അവർ ഒരുപാട് ഫോൺസാണ് ഇറക്കിയിട്ടുള്ളത്, റിയൽമി P3X പോലെയൊക്കെ തന്നെ. അപ്പം പുതിയൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ C73 5G എന്ന മോഡലാണ്. ജൂൺ 2 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. 6000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, ഡിമെൻസിറ്റി 6300 ചിപ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് ഒരു 10,000-15,000 രൂപയുടെ ഇടയിലായിരിക്കും എന്തായാലും ഈ ഒരു ഫോൺ വരുന്നത്. ഒരുപാട് ഫോൺസ് ഈ ഒരു സെയിം ഡിസൈൻ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഫോൺസ് എന്തായാലും റിയൽമിക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം അത് പിന്നെയും ആദ്യം ഒരുപോലത്തെ സാധനം ഓൾമോസ്റ്റ് സെയിം സ്പെക്ക് സെയിം ചിപ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും എന്തിനാണ് റിയൽമി ഇങ്ങനെ ഫോണൊക്കെ ഇറക്കിയിട്ട് ഇല്ല വില കളയാതെ മിണ്ടാതാടി ഇരിക്കുക, എന്തിനിങ്ങനെ ഊള ഫോൺസൊക്കെ ഇറക്കുന്നത്? നല്ല ഫോൺസ് മാത്രം ഇറക്കിയാൽ പോരെ, വെറുതെ ഒരാളിങ്ങനെ കൺഫ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് വാങ്ങാൻ പോകുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു കൺഫ്യൂഷൻ ഏതെടുക്കണം. കാരണം സെയിം ബ്രാൻഡ്, ഒരുപാട് മോഡൽസ്, ചെറിയ ചെറിയ വ്യത്യാസം, ചിലപ്പം സെയിം ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ഭയങ്കര ബോറാടെ. ഇങ്ങനൊന്നും ഫോൺ ഇറക്കാതിരിക്കുക. നിങ്ങൾ ഒരു മര്യാദയൊക്കെ കാണിക്കട്ടെ ഫോൺ ഇറക്കുന്നതിൽ. ചുമ്മാ ഇങ്ങനെ ഓരോ മാസം ഇത്ര ഫോൺസ് ഇറക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറക്കല, വെറും ബോറ് പരിപാടി കേട്ടോ അത്. പിന്നെ ലാവയുടെ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവലായിട്ടുള്ള 2 മോഡൽസ് ഇറക്കിയിട്ടുണ്ട്. ലാവയുടെ ബോൾഡ് N1 N1 Pro ആണ് വരുന്നത്. N1-ലാണെങ്കിൽ 6,000 രൂപയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതിലാണെങ്കിൽ 13 MB പ്രൈമറി ക്യാമറ, യൂണിസോക്കിൻ്റെ പ്രോസറാണ് വരുന്നത്. 5000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. N1 Proയിലേക്ക് വരുമ്പോൾ 6,700 രൂപയാണ്, 700 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിലാണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ ഒക്കെയാണ് അതിൽ വരുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, 700 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സെയിം ഡിസൈനൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ലാവയുടെ ഫോൺസ് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം എന്തായാലും പറയട്ടെ എങ്ങനെയുണ്ട് എന്നൊക്കെ തന്നെ. പിന്നെ സാംസങ്ങിൻ്റെ One UI 8 ഇപ്പോൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല, എന്നാലും നേരത്തെ ഇപ്രാവശ്യം One UI എന്തായാലും വരുന്നുണ്ട് കേട്ടോ. ഈ 7 വന്ന പോലെ ഭയങ്കര അധികം ലേറ്റ് ആയി വെച്ചിട്ടില്ല. ഇപ്രാവശ്യം നേരത്തെ എന്തായാലും One UI 8 എല്ലാവർക്കും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.